കേരളത്തിന് CM അല്ലേ? നാണക്കേടല്ലേ CM? നാണക്കേടല്ലേ? ഒരു സമാധാനമൊക്കെ പറയാൻ പോലും ഈ ഭരണകൂടം തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവർക്ക് വേണ്ടി എന്തിനു വോട്ട് ചെയ്യുന്നത്? CMന് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളടുത്ത് വന്നത് സംസാരിക്കും. നമസ്കാരം. PSC റാങ്ക് പട്ടികയിൽ വന്ന 10,000-ൽ പരം യുവാക്കളുടെ ജീവിതം, അവരുടെ കുടുംബം, വളരെ സങ്കടം തോന്നുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ഒറ്റ മകനായ മാതാപിതാക്കൾ, അതേസമയം 30-31 വയസ്സ് കഴിഞ്ഞ ഒരുപാട് യുവാക്കൾ, അവരുടെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ ആൺതരികളാണ്. അവർക്ക് ഇന്ന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. ഈ ഒരു കാക്കി യൂണിഫോം അണിയണം എന്ന സ്വപ്നം അവരുടെ എന്നേക്കുമായുള്ള ഒരു സ്വപ്നം തന്നെയായിരുന്നു. ചെറുപ്പം മുതലേ കാക്കി യൂണിഫോം അണിയണം എന്ന സ്വപ്നവുമായി പഠിച്ച് കൂലിപ്പണിയെടുത്ത് പഠിച്ച് പരീക്ഷ എഴുതിയ ഒരുപാട് യുവാക്കളുടെ ജീവിതം ഇന്ന് വളരെ ദുസ്സഹമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളുടെ കുടുംബങ്ങൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഞാൻ ഓടിക്കാൻ പറഞ്ഞു വിട്ട് പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്യും. അത് പേടിച്ച് എന്റെ കുട്ടികളെ 4 കുട്ടികൾ പഠിക്കും പോലെ നിന്ന് പഠിപ്പിച്ചു അവർക്ക് ഒരു തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ സർക്കാരെ കുടുംബം വിറ്റല്ലേ കൊടുക്കാൻ പറഞ്ഞത്. ഇതുപോലെ അല്ലാതെ ഈ സർക്കാർ 10 മണിക്കും ഉച്ചയ്ക്കും 4 മണിക്കും കറങ്ങുന്ന കസാരയിലിരുന്നു ഉണ്ണുന്നു. ആ സമയത്ത് എന്റെ കുഞ്ഞുങ്ങളെ പട്ടിണിയാണ് കേട്ടു. നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കാത്തത്? ഞാൻ പട്ടിണി പാവക്കാരിയാണ്. എന്തുകൊണ്ട് കൊടുക്കാൻ? എനിക്കിനി ഒരു കിടക്കാനില്ല, എനിക്കിനി യാതൊരു നിവൃത്തിയില്ല. എന്റെ കൊച്ചിന് ഒരു ജോലിക്ക് വേണ്ടി ഞാൻ 20 ദിവസം കൊണ്ടും എന്റെ കുട്ടികൾ അത്രയും ഒന്നിനെ കൊന്ന് നശിച്ചു. ആ തള്ളയ്ക്കും തന്തയ്ക്കും ഇല്ലാതായി. ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കുടുംബത്തല്ല പോണത്. ആ എന്നെ പോലെ ഒരമ്മ പ്രസവിച്ച് വളർത്തി 10 വയസ്സായപ്പോ തൊട്ട് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഇത് വേണമെന്ന് പറഞ്ഞ് പിന്നെ എന്ത് സർക്കാരെ, നിങ്ങൾ ഈ പിണറായി സർക്കാരെ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കാത്ത? എന്തുകൊണ്ട് നിങ്ങൾക്കുള്ള ഒരു പട്ടിണി പാവക്കാരികള് കൊടുക്കണം. ആരെയും കുടുംബമില്ല, കൊടുക്കാനുള്ള നിയമം അനുസരിച്ച് കൊടുക്കാൻ തയ്യാറാക്കണം. അതാണ് മര്യാദയുള്ളത്. എനിക്ക് അത്രയും സങ്കടമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ 2 ആഴ്ചയ്ക്ക് മുമ്പേ ഞാൻ ഈ കുട്ടിയെ കൂടെ ഒപ്പം വന്നു. എനിക്ക് അവനെ നിവർത്തിയേടുണ്ട്. എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലാന്നിട്ടും ഒരു കുട്ടിക്ക് ഞാൻ 100 രൂപയും കൊടുത്തു. നിങ്ങൾ വല്ല ആഹാരം വേണ്ടി കഴിക്കും മക്കളെ. എന്താണ് സർക്കാരെ, നിങ്ങളെ കിടക്കുന്ന കസേരയിൽ ഇരിക്കുമ്പോൾ എന്റെ കൊച്ചുങ്ങളെ ചാണകം മുഴുവൻ തറയിലിരിക്കുകയാണ്. സർക്കാരെ, നിങ്ങൾ കണ്ടില്ലേ? കാണാത്ത സർക്കാരെ, എന്റെ കുട്ടിയൊക്കെ കൊടുക്കാൻ ഇല്ലാത്തതുണ്ട്. ഇല്ലെങ്കിൽ എന്റെ കൊച്ചുങ്ങൾ വോട്ടിക്കാൻ പറഞ്ഞോണ്ട് അല്ലെങ്കിൽ വേറെ പീഡനത്തിന് പോവില്ല. നിയമം അനുസരിച്ച് പഠിച്ചു, അവർക്ക് റാങ്കിൽ വന്നു. എന്റെ കുട്ടികൾ കൊടുക്കാത്ത സർക്കാരെ, സർക്കാരെ, ഇതാണ് സർക്കാര്. ഈ ഇരിക്കുന്ന ഈ കുഞ്ഞു കുട്ടികൾ അത്രയും വോട്ടിക്കാൻ പോയാൽ നിങ്ങൾ 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ ഇതുപോലെ കാട്ടിക്ക് വേണ്ടി നിങ്ങൾ പല രാത്രികളിൽ ഇതുപോലെ ഉറക്കമൊഴിഞ്ഞ ആത്മാരാണ്. അതുകൊണ്ട് എന്റെ സങ്കടം എനിക്ക് അത്രയും പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സർക്കാരെ, നിങ്ങൾ കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ ഓരോ കണ്ണുനീര് വീട്ട് നിനക്ക് സുഖമല്ല, വിഷമല്ല, നിനക്ക് ആശുപത്രികളിൽ കെട്ടിവെക്കാൻ നിലയില്ലാതാവും. വണ്ടിയുടെ അകമ്പടിയോടെയല്ല നമ്മുടെ മുന്നിലേക്ക് വരിക. ഞങ്ങളുടെ ആരുടെ കയ്യിൽ ബോംബുമില്ല, കത്തിയില്ല, തോക്കുമില്ല, ഒന്നുമില്ല. പരിശോധിക്കുക. മെഡിക്കൽ ടിക്കറ്റിലൂടെ പരിശോധിച്ചിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി. പക്ഷെ വന്ന് സംസാരിക്കണം CM മിസ്റ്റർ പിണറായി വിജയൻ. അതാണ് വേണ്ടത്. അല്ലാതെ നെഞ്ചും പിരിച്ച് പ്രത്യേക ആക്ഷൻ കാണിക്കാനൊന്നും ഇവിടെ ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ നിങ്ങളോട് കെഞ്ചുന്നത് ആക്ഷൻ
മാത്രമേ ഉള്ളൂ. ഈ അമ്മ കരയുന്ന കണ്ടല്ലോ, നെഞ്ച് പൊട്ടിയാണ് ഓരോ അമ്മമാരും കരയുന്നത്, നെഞ്ച് പൊട്ടി. ഈ ശാപമൊക്കെ ഇതൊക്കെ വെറുതെ പോയി. ഒരു സംസ്ഥാനത്തിന് CM അല്ലേ, നാണക്കേടല്ലേ CM, നാണക്കേടല്ലേ? ഇത്ര ആയിരക്കണക്കിന് ആൾക്കാരെ ഇവിടെ വരുത്തേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ കുറച്ച് ആൾക്കാരും ഈ ഒരു 100 പേര് 200 പേര് മാറി മാറി വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഉൾപ്പെടെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ഇവിടെ പോയിരുന്നു. ഇത്രയും അമ്മമാരെ സാധാരണക്കാരെ എല്ലാവരും ഈ ഉദ്യോഗാർത്ഥികളെ മുഴുവൻ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വരാൻ വണ്ടിക്കൂലി ഇല്ലാതിരുന്ന് കരയുന്ന ആളുകൾ എനിക്കറിയാം. വന്നിട്ടില്ല എല്ലാ ഉദ്യോഗാർത്ഥികളും. നിങ്ങൾ താങ്ങൂല വന്നാലും ആ കണക്കിന് വേദനയോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. CMന് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളടുത്ത് വന്നത് സംസാരിക്കും. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, സംസാരിച്ച് ഈ പാവപ്പെട്ട അമ്മമാരുടെ കണ്ണീരിന് മറുപടി പറഞ്ഞിട്ട് പോ. CM നിങ്ങൾക്കറിയാം ഈ കസേര നിങ്ങളുടെ ലാസ്റ്റ് ഇരിക്കാണോ. എനിക്ക് നല്ല ചെറിയ വിഷയങ്ങൾ അല്ലെങ്കിൽ ആളുകൾ എനിക്ക് എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ വരും. CK ജാനു നിൽപ്പ് സമരം തുടങ്ങിയപ്പോ എല്ലാ ദിവസവും വന്ന് അവർക്ക് വേണ്ടിയിട്ട് ബക്കറ്റ് പിരിവ് നടത്തി ഈ റോഡിൽ നിന്ന് തെണ്ടിയ ഒരു പെണ്ണുണ്ട്, അത് ഞാനാണ്. അത് കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കി പെണ്ണെടുത്തു പീഡിപ്പിച്ച് അന്ന് ആ പാവങ്ങൾക്ക് സഹായത്തിന് ഇതേപോലെ വന്നു. അല്ലാതെ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന ഒരു കളിക്കും നമ്മൾ വന്ന് കൈയടിക്കാനും ഇവിടെ വന്നിരിക്കാനും ചാനലിൽ വരാനും ഒക്കെ, അതൊക്കെ സിനിമയിലൊക്കെ വന്ന പാമോഹമൊക്കെ തീർന്നു. ചാനലിൽ വരാനും വാർത്ത വരാനും ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല. ഇത് നെഞ്ച് പൊട്ടിയിട്ടാണ് ഞാനും ഈ സഹോദരന്മാരോടൊപ്പം നിൽക്കുന്നത്. ഇതിന്റെ അച്ഛൻ കണ്ടേ പോകും. എന്നെ തൊട്ടിട്ട് ഈ അച്ഛനമ്മമാരെ തൊട്ടാൽ മതി, ഞാനുണ്ട്, ഫസ്റ്റ് വന്നോളൂ, എന്ത് വേണേലും ചെയ്തോളൂ. CM ഹോം മിനിസ്റ്ററും കൂടെ അല്ലേ, വരൂ. ഈ വേറെ വഴി കൂടെയൊക്കെ നിങ്ങൾക്ക് അകത്ത് കയറി AC-ലിരിക്കാം. ഞങ്ങളുടെ അമ്മമാരും ഞങ്ങളുടെ സഹോദരന്മാരും ഈ ടാറിട്ട റോഡിലുണ്ട്. ബ്രണ്ണം കോളേജ് അല്ല, ഇത് സ്റ്റാച്യു റോഡാണ്. ഭരണം വെച്ചിട്ടുള്ളത് മകന് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. സർക്കാർ തുനിയണം, എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ കുഞ്ഞ് 20 ദിവസത്തോളമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. പക്ഷേ പെരുവെയിലത്തും ഈ സെക്രട്ടേറിയറ്റ് മുന്നിലും വെള്ളം പോലും കുടിക്കാതെ ആഹാരം സമയത്ത് കഴിക്കാതെ വന്ന് കണ്ടപ്പോൾ അത് ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം കുഞ്ഞുങ്ങൾ ആ രൂപത്തിലായി. അത് ചെയ്ത തെറ്റ് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണോ ഇത്രയും ആയെന്ന് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഞങ്ങളെ കടമയനുസരിച്ച് ഞങ്ങൾ നിത്യവൃത്തിക്ക് വകയില്ലാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഈ ഒറ്റ മോനാണ്, ഒറ്റ മോൻ. അപ്പോൾ ഈ കുഞ്ഞ് അത്രത്തോളം പഠിച്ച് ഇത്രയൊക്കെ, മോനിപ്പോൾ 26 വയസ്സ്. കാരണം അത്രത്തോളം പഠിപ്പിച്ച് ആ രീതിയിലാക്കിയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെരുവെയിലത്തും ആഹാരം പോലും കഴിക്കാത്ത ഒരവസ്ഥയിൽ വന്ന് കണ്ടപ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങൾ സഹിക്കത്തില്ല ഈ ഒരു വിഷമം. പക്ഷേ ഇവർ ഇന്ന് 20 ദിവസത്തോളമായിട്ട് പോലും ഒരു സർക്കാരിൻ്റെ ഇടപെടലോ ഒരു സംസാരത്തിനോ ഒരു ചർച്ചയ്ക്കോ അവരെ വിളിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ ഇനിയും ഈ സമരം മുന്നോട്ട് പോകണമെങ്കിൽ രക്ഷകർത്താക്കളും നമ്മൾ ഉൾപ്പെടെ ഒരു കൂട്ടം രക്ഷകർത്താക്കൾ ഇവിടെ വന്ന് ഒരു വെയിലത്ത് നിന്ന് അവർ സമാധാനം പറയണം. കുഞ്ഞുങ്ങൾക്കല്ല സമാധാനം പറയുന്നത്, അവരുടെ അമ്മമാരുടെ സമാധാനം അവർ സർക്കാർ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. കാരണം അത്രത്തോളം വിഷമത്തോടെയാണ് ഈ സംസാരിക്കുന്നത്. സർക്കാർ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് ഈ മക്കളെ, എത്രയോ മക്കളാണ് എല്ലാം പാവം പിടിച്ച കൂലിവേല ചെയ്ത് പഠിപ്പിച്ച മക്കളുമാർ ഇവിടെ വന്ന് കിടക്കുന്നത്. കണ്ണ് തുറക്കണോ. അങ്ങനെ വേറെ എന്തെങ്കിലും ജോലിക്ക് എന്തെങ്കിലും പോയിരുന്നു? ഒരു ജോലിക്കും പോയിരുന്നില്ല. ഈ ഒരു ഇതേന്നും പറഞ്ഞുകൊണ്ട് PSC എന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ ഇറങ്ങിയത്. വേറെ എന്തെങ്കിലും ജോലിക്ക് എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് അമ്മ ജോലിക്ക് പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, PSC എഴുതട്ടെ. എൻ്റെ കുഞ്ഞ് അത്രത്തോളം പഠിക്കാനൊരാഗ്രഹം കുഞ്ഞ് പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ലക്ഷ്യമായിരുന്നു. അപ്പോഴേ നമ്മൾ വിചാരിച്ച് നമ്മളെ കുഞ്ഞുങ്ങൾ, നമുക്ക് ഗവൺമെൻറ് ജോലി ഇല്ലാത്തതുകൊണ്ട് ആ ഒരു തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് പഠിക്കുന്നതിനായാലും ആഹാരത്തിനായാലും നമ്മൾ കടം മേടിച്ച, അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. നിത്യവൃത്തിക്ക് പോലും വഴകയില്ലാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഈ പെരുവഴിയിൽ കിടക്കേണ്ട മാനസികാവസ്ഥ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രക്ഷകർത്താക്കളെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര ഒരു നിരാശയാണ്. പക്ഷേ സർക്കാർ ഒരു കണ്ണ് തുറക്കണേന്ന് യാചിക്കുകയോ അപേക്ഷിക്കുകയാണ്. എൻ്റെ സ്ഥലം ഇവിടെ കാട്ടാക്കട കുറ്റിച്ചലാണ്, തിരുവനന്തപുരം ജില്ല തന്നെ. പിന്നെ അല്ല, 3 പേരുണ്ട്. ഇയാൾ രണ്ടാമത്തെ മകനാണ്. മൂത്ത മകന് ജോലി
ഇല്ല മൂത്ത മകന് മാത്രമേ ജോലി കിട്ടൂ. മൂത്തവന് ജോലി കിട്ടി PSC. അതെ, ഈ മകന് അത് മാത്രമേ ഉള്ളൂ പ്രതീക്ഷ. PSC കോച്ചിങ്ങിന് പോയി വീട്ടിൽ രായുന്നില്ല പകലെന്നില്ലാതെ ഇരുന്ന് ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിച്ചാണ് അവർ റാങ്ക് ലിസ്റ്റ് വന്നത്. റാങ്ക് ലിസ്റ്റ് വന്ന് അത് കഴിഞ്ഞിട്ട് PSC ഇത് ഫിസിക്കൽ ടെസ്റ്റ് നടത്തി. 2 പ്രിലിമിനറിയും കഴിഞ്ഞു മെയിൻ ടെസ്റ്റിംഗ് നടത്തിയിട്ടാണ് അവർ ഫിസിക്കൽ നടത്തി റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇതുവരെ അവരെടുക്കാത്തത് വളരെ ഒരു വേദനാജനകമാണ്. രാവിലെ വന്ന് രക്ഷാകർത്താക്കൾ പങ്കെടുക്കണമെന്ന് മകൻ പറഞ്ഞതുകൊണ്ട് രാവിലെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ ഇതിവിടെ വന്ന് കണ്ടപ്പോൾ നമുക്ക് ആഹാരവും വേണ്ട വെള്ളവും വേണ്ടാത്ത രീതിയിൽ ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഇത് കാഴ്ച വളരെ ദയനീയമാണ്. ഞങ്ങൾ വളർത്തിയ പിള്ളേരെ പോലെയാണ് മറ്റ് കാസർഗോഡ്, കണ്ണൂർ, മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടെ ഈ കിടക്കുന്ന ഈ പൊരി വെയിലത്ത് ഏറ്റവും ചൂടേറിയ സമയമാണ് നമ്മളിപ്പോൾ ഈ കുംഭമാസം എന്ന് പറയുന്നത്. മലയാള മാസത്തെ കുംഭമാസം എന്ന് പറയുന്നത് ഏറ്റവും ചൂട് കൂടിയ ഈ കാലാവസ്ഥയിൽ നമ്മുടെ മക്കളെ പോലെ ഉള്ള ഈ മക്കൾ ഇവിടെ വന്ന് ഈ പൊരി വെയിലത്ത് കിടക്കുന്ന കണ്ടപ്പോൾ നമുക്ക് അവർ ആഹാരം വാങ്ങിക്കൊണ്ട് വന്നു. അമ്മമാരും ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാനിതാ പൊതിഞ്ഞിവിടെ വച്ചേക്കുന്നത്. നമുക്ക് ആഹാരം കഴിക്കാൻ ഇറങ്ങുന്നില്ല. ഈ മക്കൾ ഇവിടെ മകന് 28 വയസ്സായി. ഇത് ലാസ്റ്റാണ്. ഈ പോലീസിൻ്റെ ടെസ്റ്റ് എഴുതാൻ വലിയ പാടാണ്. ഇനി അടുത്ത് കിട്ടാതെ 5 വർഷത്തോ 2019 വിജ്ഞാപനം വന്നിട്ട് 2000 ഇപ്പോഴാണ് അവർ റാങ്ക് ലിസ്റ്റ് വന്നത്. 5 വർഷം ഇതിൻ്റെ കാലം. ഇനി അവർക്കൊരു ചാൻസ് പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ ഒരു വെയിലത്ത് ഇവർ കിടക്കുന്ന 20 ദിവസമായി ഇവർ ഈ വെയിലത്ത് കിടക്കുകയാണ് ഇവിടെ. ഇത് കാണാനുള്ള കാഴ്ച ഈ ഭരിക്കുന്ന ഇവിടെ ഗവൺമെൻറ്റിന് ഇല്ലാതെ പോയല്ലോ, PSCക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് പറയുന്നത് 5 വർഷം കൊണ്ട് ഉള്ള വേക്കൻസി ഇല്ലെന്നാണ് പറയുന്നത്. ഇത്ര ദിവസമായിട്ടും ഈ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു പാർട്ടിയുടെ മേധാവിയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളിനി വോട്ട് ചെയ്യുമോ ഇങ്ങനെയാണെങ്കിൽ? ഇല്ലില്ല, ഒരിക്കലുമില്ല. ഞാൻ ആ പ്രസ്ഥാനത്തിലൂടെ ഉള്ള ആളല്ല. ഞാൻ എതിർകക്ഷിയിൽപ്പെട്ട ആളാണ്. എന്നാലും പറയുകയാണ്, ഈ സംഭവം കണ്ടാൽ ഒരു സാധാരണക്കാരും ഈ കിടക്കുന്ന എല്ലാ സാധാരണക്കാരുടെ മക്കൾ അവർ ഓരോരുത്തരെ ദയനീയാവസ്ഥ ഇവിടെ വിവരിക്കുകയുണ്ടായി. എല്ലാം കൂലിപ്പണി ചെയ്ത് ഉള്ളവരാണ്. എനിക്ക് നേടാൻ കഴിയാത്തത് എൻ്റെ മക്കൾക്ക് നേടണം. എനിക്ക് റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതേപോലെ HSന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അത് കുറച്ച് പേരേ എടുത്തുള്ളൂ. ലിസ്റ്റ് കാണിച്ചല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. നമുക്ക് നേടാൻ കഴിയാത്ത നമ്മളെ മക്കൾക്ക് നേടിക്കൊടുക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് നമ്മൾ മക്കളെ വളർത്തുന്നത്, ഇല്ലേ? അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്ന അവർ അവസാന ഒരു ഘട്ടത്തിൽ വരെ എത്തിയിട്ട് പോലും അവർക്ക് ജോലി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഞങ്ങൾ ഇനിയും സർക്കാരിന് നമ്മൾ പ്രതീക്ഷ കൊടുക്കുകയാണ്. എൻ്റെ മകൻ 20 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെയും വീട്ടിൽ വന്നിട്ടില്ല. അവർ ആഹാരം കഴിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ് അവർ. പഠിപ്പിച്ച് അവന് കുട്ടിയിലെ തന്നെ അവന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവണമെന്ന് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. വേറെ ആദ്യം ഒരു ലിസ്റ്റിൽ വന്ന് അതിനവന് കിട്ടിയില്ല. പിന്നെ രണ്ടാമത് ലിസ്റ്റിൽ അവന് 31 വയസ്സായി. ഇനി ചാൻസ് ഇല്ല. അവൻ്റെ അവസാനത്തെ ശ്രമമാണിത്. ഇത് കിട്ടിയില്ലെങ്കിൽ അവൻ്റെ കണ്ണീര് കാണാൻ നമുക്കിനി വയ്യ. അതുകൊണ്ട് ദയവേത് ഈ സർക്കാർ എങ്ങനെയെങ്കിലും ഞങ്ങളെ കുട്ടികളെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം. കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് കിടന്നിട്ട് പോലും അവരോട് ചോദിക്കാനോ പറയാനോ ആരും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഈ കുട്ടികളുടെ ഇടയിൽ കണ്ണടയ്ക്കുന്നത്? ആർക്ക് കൊടുക്കാനാണ് ഈ 5 വർഷത്തെ നിയമനങ്ങൾ അവർ പൂഴ്ത്തിവെക്കുന്നത്? ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്? ഇനി വരുന്ന ലിസ്റ്റിലാണോ അവർക്ക് വേണ്ടപ്പെട്ടവർ ഉള്ളത്? സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി വരാനായിട്ട് ഈ കേരളീയം നടത്താനും അങ്ങനെയുള്ള പാഴ്ചിലവുകൾ നടത്താനും സർക്കാരിന് പണമുണ്ടല്ലോ, അവരെ മക്കളെ സഹായിക്കാൻ പണമുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല? ഈ പാവങ്ങളെ മുമ്പ് എന്തുകൊണ്ട് അവർ കണ്ണ് തുറക്കുന്നില്ല? നമ്മൾ ഇനി വോട്ട് ചോദിക്കാൻ അമ്മമാരെ, സഹോദരന്മാരെ എന്ന് പറഞ്ഞ് അവർ ഓരോ വീടുകളിലും വരുമല്ലോ. വോട്ട് മേടിച്ചു. ഞങ്ങളും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്, വോട്ട് കൊടുത്തവരാണ്. പാർട്ടിക്കാർക്ക് പോലും ജോലി കിട്ടുന്നില്ല. അവർ എന്തുകൊണ്ട് നമ്മളെ അവഗണിക്കുന്നു?
ഈ അവഗണന നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അവർക്ക് മനുഷ്യച്ചങ്ങല പിടിക്കാനും അവർക്ക് മന്ത്രിമാർ സംസാരിക്കുന്നിടത്ത് പോകാനും നമുക്ക് നവകേരളയിൽ ഈ ഓരോ സ്ഥലങ്ങളിലും ഞങ്ങളെ കൊണ്ടുപോകാനും തൊഴിലുറപ്പെന്നും അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങളെന്ന് വിളിച്ചുകൊണ്ട് പോകും. എന്തിനാണ് അവർ കൊണ്ടുപോകുന്നത്? ഇനി നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കേണ്ടി വരും. നമുക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പാവങ്ങളുടെ ഈ കഷ്ടപ്പാട് അവർ കാണാത്തത്? നമ്മളെ കുട്ടികൾക്ക് ഇനി ഈ ജോലി കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഇനി ഒരു അവസരമില്ല. അവരെ ആഗ്രഹം ഒരിക്കലും നിറവേറ്റാൻ പറ്റില്ല. അവർക്ക് ഈ ജോലി കിട്ടണം. അവരെ കണ്ണീര് കാണാൻ നമുക്കിനി വയ്യ. എങ്ങനെയും സർക്കാരിനോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളെ കുട്ടികളെ രക്ഷിക്കണമെന്ന്. അതേ നമുക്ക് പറയാനുള്ളൂ. ഇന്നില്ലെങ്കിൽ ഞങ്ങൾ ഇത് വരാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല. എനിക്ക് 2 മക്കളുണ്ട്. ഒരാൾക്കെങ്കിലും ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് പറഞ്ഞാണ് ഞാൻ 3 മക്കളെയും പഠിപ്പിച്ചത്. ഞാനൊരു കർഷകയാണ്. ഞാൻ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയാണ് നല്ല സ്വഭാവമുള്ള തോടുകൂടി അവരെ വളർത്തിയെടുത്തതാണ്. വളർത്തിയെടുത്ത് പഠിപ്പിച്ച് ഇത്രയും അവൻ്റെ ആഗ്രഹത്തിന് നമ്മൾ കഷ്ടപ്പെട്ട് മഴയത്തും വെയിലത്തും തൊഴിലുറപ്പിന് പോയും അധ്വാനിച്ച് ഇവരെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയിട്ടും ഈ അവസ്ഥയിൽ അവരെ കണ്ണീര് കാണാൻ അവർ പറ്റുന്നില്ല. ഈ ജോലി കിട്ടിയില്ലെങ്കിൽ അവനൊരു ജീവിതമില്ല. ഒരു പെണ്ണ് നോക്കി പോകാൻ പോലും ജോലിയില്ലാത്തവർക്ക് പെണ്ണില്ല. പെൺകുട്ടികൾക്ക് ജോലിയില്ലാത്തവരെ വേണ്ട. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ മക്കളെ കണ്ണീര് കാണാനല്ല ഞങ്ങൾ വളർത്തിയത്. അവർ നല്ല നിലയിൽ ജീവിച്ചാലേ നമ്മളെ ഒരു സമയം അവർ നോക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഈ മക്കളോടൊപ്പം ഞങ്ങൾ ഇറങ്ങിയത്. ഇനി അതിന് ഒരു അറുതി വരാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഞങ്ങൾക്ക് ഈ ജോലി അവർക്ക് അവകാശപ്പെട്ട ജോലിയാണ്. അവർ 2 ഘട്ട പരീക്ഷയും എഴുതി ഫിസിക്കലും പാസ്സായി വന്നവരാണ്. എന്തുകൊണ്ട് അവർക്ക് ഈ ജോലി അവകാശം എന്തുകൊണ്ട് അവർ കൊടുക്കുന്നില്ല? ഈ 5 വർഷത്തെ ഈ വേക്കൻസികൾ എവിടെ പോയി? എന്തിനു വേണ്ടി പൂഴ്ത്തി വെച്ചേക്കുന്നു? ആർക്ക് കൊടുക്കാൻ പൂഴ്ത്തി വെച്ചേക്കുന്നു? അപ്പോൾ ഈ ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് ഈ 2 ഘട്ട പരീക്ഷയും ഇത്രയും കാലമുള്ള പോലീസന്മാരും എഴുതാത്ത 2 ഘട്ട പരീക്ഷയും എഴുതി വന്ന ഈ കുട്ടികൾക്ക് കൊടുക്കാൻ ഇല്ലാത്ത വേക്കൻസി അടുത്ത ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് കൊടുക്കാനുണ്ടോ? എന്തുകൊണ്ടാണ്? അതിനുള്ള സമാധാനം സർക്കാർ നമ്മളോട് പറയട്ടെ. ഈ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത എന്ത് കുറ്റമാണ് ഈ കുട്ടികൾ ചെയ്തത്? അവർ പറഞ്ഞ പരീക്ഷയും എഴുതി അവർ ഫിസിക്കലും പാസ്സായി വന്ന ഈ യോഗ്യത ഈ മീമിക്കാൻ ഒരു മന്ത്രി പറഞ്ഞല്ലോ കുട്ടികളോട് പോയി മീമിക്കാൻ. ആ മന്ത്രിക്ക് പറ്റുമോ ഈ പരീക്ഷ എഴുതി ഇങ്ങനെയുള്ള ഒരു ഫിസിക്കലും പാസ്സാവാൻ? അയാളെ മക്കൾക്ക് പറ്റുമോ? അത് പറ്റില്ലല്ലോ. എന്തുകൊണ്ട്? അങ്ങേരക്ക് എന്ത് അവകാശമാണുള്ളത് ഈ കുട്ടികളോട് മീമിക്കാൻ പോകാൻ പറയാൻ? അവർക്ക് കിട്ടേണ്ട ജോലി അവർക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് അവരെ ഈ കഷ്ടപ്പാട് കാണണം. അവർക്ക് ജോലി കൊടുക്കണം. ഏറ്റവും ആഗ്രഹിച്ച ഒരു ജോലിയാണ് യൂണിഫോം ജോബ്. അതിൻ്റെ പുറകെ നടന്നതാണ്. ലാസ്റ്റ് ചാൻസാണത്. അത് ചെറുതിലേ അവന് കാക്കിയിടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പോലീസ് ആവണമെന്ന്. അങ്ങനെയാണ് അവൻ ഈ പരീക്ഷ എഴുതിയത് തന്നെ. അതിപ്പം ഈ അവസ്ഥയിലെത്തി. ഇനിയിപ്പോൾ എന്തായാലും മക്കളുടെ കൂടെ ഞങ്ങൾ നിൽക്കും രാവും പോലും. ഇനി എന്ത് വന്നാലും ശരി തന്നെ. അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ടേ ഇനി ഞങ്ങൾ പുറകോട്ടുള്ളൂ. ഞങ്ങളുടെ വീടുകളിലും പോകുന്നുള്ളൂ. അവരുടെ കാര്യം എന്താണെന്ന് അറിയട്ടെ. സർക്കാർ എന്താ പറയുന്നതെന്ന് കേൾക്കട്ടെ. അത് തന്നെ ഇത്രയും ദിവസമായിട്ട്, അതായത് 2019 പരീക്ഷ നടത്തിയതല്ലേ, യാതൊരു പ്രതികരണമില്ല. ഇന്ന് തന്നെയാണല്ലോ ഇത്രയും രക്ഷകർത്താക്കൾ ഇവിടെ വന്നിരുന്നു ഇപ്പോൾ ഒരു വെയിലത്തിരുന്നിട്ട്. അപ്പോൾ നമ്മുടെയൊക്കെ വോട്ട് വാങ്ങിച്ച് ജയിച്ച് പോയി ഈ സൗധത്തിലിരിക്കുന്ന ആൾക്കാരല്ലേ. ഒരു സാമാന്യ മര്യാദ എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ? ഇത്രയും പേരെന്ന് ആരെങ്കിലും അതിനെ റെപ്രസെൻ്റ് ചെയ്ത് ആരെങ്കിലും 2 പേര് വന്ന് ഇവരുടെ ആരെങ്കിലുമായിട്ടൊന്ന് സംസാരിച്ച് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു സമാധാനമൊക്കെ പറയാൻ പോലും ഈ ഭരണകൂടം തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവർക്ക് വേണ്ടി എന്തിനു വോട്ട് ചെയ്യുന്നത്? ഇത്രയും സാധാരണക്കാരായ കുടുംബത്തിലെ വീട്ടുകാർ, ഇതൊന്നും പണക്കാരുടെ വീട്ടിലെ മക്കളല്ലത്. എല്ലാം സാധാരണക്കാരാണ്. പിള്ളേരാണെങ്കിൽ കൂലിപ്പണിക്ക് വരെ പോയിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ കിടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇവരെ പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു PSC ചെയർമാൻ പുള്ളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനമാണ് 2 പരീക്ഷ. അപ്പോൾ അന്ന് നമ്മുടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് അന്നും മുഖ്യമന്ത്രി. പുള്ളി അന്ന് നിയമസഭയിലും പറഞ്ഞത് എന്താണ്? 2 പരീക്ഷ PSC ചെയർമാൻ എങ്ങനെ നിശ്ചയിച്ച് 2 പരീക്ഷ നടത്തുന്നത് വളരെ എന്ന് വെച്ചാൽ എല്ലാവർക്കും ജോലി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ലിസ്റ്റ് ഇടുക. ആ ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും അത്രമാത്രം ഫിൽട്ടർ ചെയ്ത് ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള വരും തലമുറയ്ക്ക് സമരങ്ങൾ ഒഴിവാക്കാനും ആ ലിസ്റ്റിൽ വരുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 പരീക്ഷ നടത്തുന്നതെന്നാണ് പറഞ്ഞത്. അത് തികച്ചും അശാസ്ത്രീയമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ഇപ്പോൾ കയറിയ ചെയർമാൻ അത് മാറ്റിയിട്ട് വീണ്ടും ഒറ്റ പരീക്ഷയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ സർക്കാരിനത് പരാജയപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അവർ കാണിക്കേണ്ട ഒരു മര്യാദ എന്ന് പറയുന്നത് ഇവരതിൻ്റെ ഒരു ഇരകളായി മാറി. 2 പരീക്ഷ നടത്തി അശാസ്ത്രീയമായി PSC പരീക്ഷ നടത്തിയതിൻ്റെ ഇരകളാണ് ഈ ഇരിക്കുന്ന യുവാക്കൾ മൊത്തം. അപ്പോൾ അവരോട് കാണിക്കേണ്ട
അതിൽ കുടുംബമെല്ലാം ഉൾപ്പെട്ടവർ ഈ പിള്ളേർ രക്ഷപ്പെട്ടാലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും രക്ഷകൾ. ഞങ്ങളിനി പ്രായമായ ആൾക്കാർ ഞങ്ങളിനി എവിടെ ജോലിക്ക് പോകാനാണ്? ഞങ്ങൾക്ക് രോഗികളായി, പലർക്കും അസുഖങ്ങളാണ്. അപ്പോൾ ഈ പിള്ളേർ വേണ്ടി ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇരകളായ ഈ യുവാക്കൾക്ക് എന്നാൽ പോട്ടെ, ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ട് പരീക്ഷ നടത്തി, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള പരീക്ഷ നടത്തിപ്പ്. അപ്പോൾ ഇവർ അങ്ങനെ ഒരു പാളിച്ച PSCക്ക് വന്ന് സർക്കാരിനത് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഈ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്ക് ഇവർക്ക് തൊഴിൽ കൊടുക്കേണ്ടതല്ലേ? വേക്കൻസി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. 2019 തൊട്ട് ഈ 5 വർഷത്തെ വേക്കൻസി അല്ലേ? നിങ്ങൾ പരിശോധിച്ചാൽ അറിയാമല്ലോ. എല്ലാ വർഷവും പോലീസ് സേനയിൽ ഓരോ വർഷവും എത്ര പേരെ വെച്ചാണ് എടുക്കുന്നത്? കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് വരെ അവർ 1100 ശിഷ്ടം പേരെ എടുത്തു. വെറും 20% എന്ന് അവർ പറയുന്നത് അഡ്വൈസ് ചെയ്തതാണ്. 20%. അതിൽ തന്നെ ഒത്തിരി NJD ഉണ്ട്, ഡിലീഷനുണ്ട്. ഈ ഡിലീഷനൊക്കെ വെച്ചാൽ ഈ പിള്ളേർ തന്നെ അവരുടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അവിടെ പോയി കണ്ട് നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് അതിനെല്ലാം പൈസ ചിലവാണ്. ഇത്രയും ഈ പിള്ളേർ, ഈ സാമ്പത്തികം ഇല്ലാത്ത വീട്ടിലെ പിള്ളേർ ഈ പൈസ കളക്ട് ചെയ്ത് ഈ നോട്ടറിക്ക് പൈസ കൊടുത്ത് അറ്റസ്റ്റ് ഇതെല്ലാം അവിടെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇത് എന്ത് കാര്യത്തിനാണിത്? ഇതിപ്പോൾ അടിച്ചമർത്തി ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ. ഇത്രയും സമയം വരെ ഇരുന്നിട്ട് ഇവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് തനിയെ പോകുമെന്നുള്ളൊരു ധാരണയിലായിരിക്കാം. പക്ഷേ ഞങ്ങൾ രക്ഷാകർത്താക്കൾ ഇനിയിപ്പോൾ ഇവരോടൊപ്പം തന്നെ ഞങ്ങൾ പോയി മാത്രം വീട്ടിൽ പോയി ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അവസ്ഥ. ഇതൊക്കെ ലോകം അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചിട്ടാണ് ഇവർ ഇമാതിരിയുള്ള കൊള്ളരുതായ്മകൾ കാണിക്കുന്നത്, ഇല്ലേ? നാളെ കാലത്ത് നമ്മൾ എങ്ങനെ വോട്ട് ചെയ്യാൻ പോയും? നമുക്ക് ആ വിശ്വാസം പോയില്ലേ? നമുക്കിതിനകത്ത് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഏത് പാർട്ടി ഭരിച്ചാലും ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തിന് വെറുതെ ഈ PSC ഇങ്ങനെ പരീക്ഷ നടത്തുന്നത്? നമുക്കതേ പറയാനുള്ളൂ. എന്തെങ്കിലും ഒരു ചെറിയൊരു അലിവ് ഇവരോട് കാണിക്കുക. അത് നമ്മുടെ ഒരു അപേക്ഷയാണ്, അല്ലാതെ നമ്മൾ കാർഷികമായിട്ടോ ഒന്നും പറയുന്നതല്ല. ഒരു യാചന പോലെ നമ്മൾ സമരം ചെയ്യുകയാണ്, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കിളിമാനൂർ. മകൻ ഇവിടെ ഉണ്ട്, ജോലി റാങ്കിൽ പേരുണ്ട്. അവന് 27 വയസ്സായി. അപ്പം അവന് ജോലിക്ക് വേണ്ടിയാണ് ഈ 20 ദിവസം കൊണ്ട് അവരിവിടെ കിടക്കുകയാണ്. 20 ദിവസം കൊണ്ടും ഞങ്ങൾ ഇതുപോലെ വരും പോകും. പിന്നെ അവർക്ക് ജോലി ഇവിടെ ഇത്ര കഷ്ടപ്പെട്ടാണ് സമരം നടത്തുന്നത് പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും കഷ്ടപ്പെട്ട് തന്നെയാണെന്ന് ഞങ്ങൾ കണ്ടാണ് ഞങ്ങൾ ഇതിനൊപ്പം ഇറങ്ങിയിരിക്കുന്നത്. ഇതിനൊരു നിബന്ധന ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. രക്ഷകർത്താവായ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അതിനെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. കാര്യം ഞാൻ അവരെ അത്രയും കഷ്ടപ്പെട്ടാണ്. ഞാൻ 2 ആൺപിള്ളേരുണ്ട്. ഒന്നിന് സുഖമില്ലാത്തൊരു കൊച്ചാണ്, ഇതുള്ളത്. അപ്പം എൻ്റെ വസ്തു എന്നെ ജപ്തിയായി. അടുത്ത മാസം 15-ാം തീയതി ജപ്തിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് മോനൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാം എന്നുള്ള ഒരു ഇതിൽ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് കൊച്ചിനെ പഠിപ്പിച്ച് ഈ പരുവം വരെ. എന്തുകൊണ്ട് ഈ സർക്കാർ കൊടുക്കൂല എന്നുള്ള ഒരു ഇന്ന കാര്യമാണ് കൊടുക്കാത്ത എന്ന് നമുക്ക് തിരിച്ചറിയണം. അല്ലെങ്കിൽ കൊടുക്കും എന്ന് ഈ 2 വാക്ക് അറിഞ്ഞ ഒന്നും പ്രതികരിക്കുന്നതന്നെ ഇല്ലല്ല, ഇതുവരെയും പ്രതീക്ഷിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് തിരിച്ചറിയണം. ഇന്ന് ഇല്ലെങ്കിൽ അതിനൊരു നിബന്ധന ഉണ്ടാക്കണം. ഈ ഊട്ടയ്ക്കകത്തിരുന്നാൽ പോരാ, ഈ വെളിയിലിറങ്ങണം. ഈ സർക്കാർ കയറിയതിന് ശേഷമാണ് ഇത്രയും അഴിമതിയായി ഈ നാട്ടിൽ ഇത്രയായത്. ഇത്രയും ആൺകുട്ടികൾ ഇങ്ങനെ കിടക്കുന്നു. സ്വന്തം സർക്കാർ കിടക്കുന്ന മന്ത്രിയാണ്. ഈ മന്ത്രിക്ക് ഇത് കണ്ണ് തുറക്കാത്ത കാരണം വേറെ ഒന്നുമല്ല എനിക്ക് പറയാനുള്ള. സ്വന്തമായി ജനിപ്പിച്ച മക്കളെ കൈകൊണ്ട് എടുത്തിരുന്നെങ്കിൽ ഈ ദുഃഖം മനസ്സിലാവുമായിരുന്നു. അത് എടുത്തിട്ടില്ല. ജോലിക്കാരെ നിർത്തി കണ്ണ് കാണിച്ച് പോണതാണുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ദുഃഖമുള്ളവർക്കാണെങ്കിൽ അതറിയും. ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി, കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ കുട്ടികളെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. മോട്ടിക്കാൻ പറഞ്ഞു വിട്ടാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. അതിനെ ഞങ്ങൾ വിട്ടിട്ടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി നമ്മൾ ജോലി കൊടുത്തേ പറ്റുള്ളൂ. ഈ സർക്കാർ കുടുംബത്തിൽ നിന്നുള്ള ജോലിയെല്ലാം നമുക്ക് വേണ്ടി. സർക്കാർ വസ്തു വിറ്റ് കൊടുക്കാൻ പറഞ്ഞില്ല. അവർക്കുള്ള ഒരു ആസ്തി നമുക്ക് വേണ്ട. നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പോലീസ് എന്ന ജോലി മകൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അവന് പട്ടാളത്തിൽ ജോലിക്ക് പോയതാണ്. അതിനെല്ലാം വന്നതാണ്. അപ്പോഴാണ് ഈ പോലീസിൻ്റെ റാങ്കിൽ വന്നത്. അതിൽ കയറാമെന്ന് അവൻ ആഗ്രഹമുണ്ട്. കയറണം എന്നവൻ മനസ്സ് വെച്ചെങ്കിൽ ആ കയറിയിരിക്കും. എൻ്റെ അഭിപ്രായം അത്ര. സർക്കാർ അത് നടത്തുന്നില്ല. സർക്കാർ നടത്താത്ത സർക്കാർ എന്തുകൊണ്ട് കൊടുക്കാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സർക്കാർ ഈ രംഗത്തിറങ്ങണം. ഇത്രയും പൊതുജനങ്ങളെ ഇടയ്ക്ക് ഇറങ്ങണം. അവർ ബസ്സിൽ സഞ്ചരിച്ചിട്ട് കാര്യമില്ല. പ്ലെയിൻ വന്ന് നേരത്തെ താന്ന് ആ റൂമിനകത്താണ് കയറിയത്. AC അകത്തൂടെയാണ് കയറി ഇറങ്ങി പോയത്. അങ്ങനെ പോയിട്ടില്ല. അന്തസ്സുള്ള സർക്കാരാണെങ്കിൽ, ഒരാണത്തുള്ള ഒരു സർക്കാരാണെങ്കിൽ ഈ റോട്ടിൽ ഇത്രയും ജനങ്ങളെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇന്നപ്പം തരും അല്ലെ ഇന്നത് കൊണ്ടാണ് തരാത്ത എന്നൊരു ഉത്തരവ് നമുക്ക് കിട്ടുന്നത് വരെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആർക്ക് സാമ്പത്തികം? അയാളെ വസ്തു വിറ്റ് നമുക്ക് തരണ്ട. അങ്ങക്ക് അവരെ വസ്തു വിറ്റ് തരണ്ട. അവരെ വേറെ ഒന്നും വേണ്ട. നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം നമുക്ക് കിട്ടണം. കിട്ടാൻ വയ്യാത്ത എന്തുകൊണ്ട്? അത് കിട്ടണം. കിട്ടിയേ പറ്റുള്ളൂ. കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ മേടിച്ചേ പോവുള്ളൂ.
എങ്കിൽ സർക്കാർക്കൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്ന് നിന്ന് പറയണം ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല, എന്തിനാ പിച്ച പിടിക്കാതിരിക്കണം. ആ പിച്ച പിടിക്കാനെങ്കിൽ ഒരു പാത്രം കൂടെ കൊടുത്തു വിടാൻ ഞാൻ, അതെങ്കിലും കൊടുക്കുക. 20 രൂപ കൊടുക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം കിട്ടും, അത് സർക്കാരിന് മേടിച്ച് കൊടുക്കുക. അത് വെച്ച് ഈ റോഡുകളെ തെണ്ടട്ട് അന്തസ്സുണ്ട്. ജോലി കിട്ടുന്ന പ്രതീക്ഷയുണ്ടോ അമ്മേ? എൻ്റെ മോന് ജോലി കിട്ടാനുള്ള പ്രതീക്ഷയുണ്ട്. ആ റാങ്കിൽ പേരുള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും കുട്ടികൾ വന്നിരിക്കുന്നു, എൻ്റെ മക്കളെ പോലെയാണ് അവരും വന്നിരിക്കുന്നത്. എൻ്റെ മോനെന്നോ അല്ലെ മറ്റുള്ളൊരു തന്ന ഒരു വേറുള്ള സമുദായം അങ്ങനെയല്ല, ഇതെല്ലാം എൻ്റെ മക്കളാണ്, അവർക്ക് വേണ്ടിയാണ്. ഇപ്പം അമ്മമാർ ഇന്ന് ഒരു മോനും പോയി, അവരെ കുടുംബത്തേക്കാണ് പോയത്, അല്ലാതെ ഈ സർക്കാരിന് ഒന്നും അലിക്കാനില്ല. അതുകൊണ്ട് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വീണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ പ്രയാസം കൊണ്ട് ഞാൻ പറയുന്നതാണ്. കിട്ടിയേ പറ്റുള്ളൂ, കിട്ടണം. ഈ റോഡിൽ റോഡിൽ വലിച്ചിറക്കണം സർക്കാരിന്. പോകാൻ വയ്യെങ്കിൽ ഞങ്ങൾ ഒരു കുറച്ച് റെയ്ത്തും നാരങ്ങയൊക്കെ കൊണ്ടുപോയി വിളക്കുമായിട്ട് കൊണ്ടുവരാം. അങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം, അതിനും നമ്മൾ തയ്യാറാണ്. അതിനകത്തുനിന്ന് ഇറങ്ങി വരാൻ. അങ്ങനെ വിഷമമാണെങ്കിൽ ഞങ്ങൾ കുറച്ച് വിളക്കുമായിട്ടൊക്കെ കൊണ്ടിറങ്ങി വരാം. അങ്ങനെയും വന്ന് ഈ കുട്ടികൾക്കൊരു മാപ്പ് പറഞ്ഞിട്ട് പോയാൽ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മളെ മനസ്സിൻ്റെ ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയണത്. നമ്മളെ കുട്ടികൾക്ക് കിട്ടുമല്ലോ എന്നൊരു സന്തോഷം കൊണ്ട് നമ്മൾ പോവാം, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ബാലരാമപുരം. ഭർത്താവാണ്. 31 വയസ്സ്. 1. ഇനി എക്സാം എഴുതാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ലിസ്റ്റ് വന്ന് ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം വലിയ പ്രതീക്ഷയിൽ നിന്നതാണ്. അപ്പോൾ ഇപ്പോൾ ലിസ്റ്റ് തീരാൻ ഇനി കുറച്ച് വിരലുണ്ടാകുന്ന ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്ക് എഴുതിയിരുന്ന് ഉറക്കമില്ല, അങ്ങനെ ബുദ്ധിമുട്ടുകളും ടെൻഷനും കാര്യങ്ങളുമായിട്ട് നടക്കണം. അപ്പം വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ചേട്ടൻ പഠിച്ചതായിരുന്നാലും അങ്ങനെ തന്നെയാണ്, ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പഠിച്ചത്. അപ്പോൾ ഇനി ഇത് ഒന്നും ആവാതെ ഒരിടം എത്താതെ നിയമനമൊന്നും ലഭിക്കാതെ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വേറെ ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക്. വണ്ടി ഓടാൻ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതിന് ഫിസിക്കലിന് വേണ്ടിയിട്ട് അതിൻ്റെ ക്ലാസ്സിനൊക്കെ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് എല്ലാം രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ക്ലാസ് വെളുപ്പിന് 4 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ വന്നാലേ അത് നടത്തുന്ന ആ സെൻറ്ററിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ 3-3:30 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അങ്ങനെ ഒരു മാസം അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് നടന്നു. അപ്പോൾ അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന ജോലികളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് 3 മക്കളാണ്. അപ്പോൾ അവരുടെ ഭാവി സേഫ് ആവുമല്ലോ, ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം കഷ്ടപ്പെട്ടാലും അവർ സേഫ് ആവുമല്ലോ എന്നുള്ള രീതിയിലാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതും പഠിച്ചതും ഒക്കെ. കിട്ടുന്ന പ്രതീക്ഷ കിട്ടണമല്ലോ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടണമല്ലോ. കിട്ടാതെ പോയി കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോകത്തില്ല. ഇനി ഒരു എക്സാം എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ എന്നും ഇതുപോലെ PSC ഇപ്പോൾ ഈ CPO അല്ലാതെ വേറെ LDO LGS അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പോയാലും ഒരു കോച്ചിങ്ങിന് പോകുമ്പോഴും ആൾക്കാരുടെ പരിഹാസമാണ് ഇതിനേക്കാളും വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ PSCക്ക് വേണ്ടിയിട്ടാണെങ്കിൽ PSC ക്ലാസ്സിന് പോകുന്നതെന്ന് പറയുമ്പോൾ ഇത്രയും പ്രായമായില്ലേ, അതായത് കുടുംബത്തിൽ ഇത്രയും ബാധ്യതകളുണ്ടായിട്ടും വേറെ ജോലിക്ക് പോകാതെ PSC എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ പുറത്തുള്ള ഇതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് നിയമനം കിട്ടിയേ പറ്റുള്ളൂ. ഞാനും ഹസ്ബൻഡും 3 മക്കളും, പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛനുണ്ട്. അമ്മ ക്യാൻസറായിരുന്നു, അമ്മ മരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഇതുപോലെ ക്യാൻസറാണെന്ന് അന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞും ഡോക്ടർമാർ പറയുന്നു ഇതുപോലെ ക്യാൻസർ ആണെന്ന് പറയുന്ന അന്നാണ് ഈ ഫസ്റ്റത്തെ ഈ എക്സാം വരുന്നത്, പ്രിലിമിനറി വരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പോകുന്നില്ല, അമ്മയുടെ ഈ അവസ്ഥ അറിഞ്ഞിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മാറി നിന്നപ്പോൾ എൻ്റെ മൂത്ത മോൾക്ക് ഭയങ്കര ആഗ്രഹമാണ് അച്ഛൻ പോലീസായി കാണുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നവകേരളം നടന്ന സമയത്തും മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് അവളുടെ കൈപ്പടയിൽ എഴുതിയ ഒരു ലെറ്റർ കൊണ്ടത് മുഖ്യമന്ത്രി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ട് പോലും അതും ഒന്നും എത്തില്ല. എന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കാട്ടാക്കടയാണ് അവിടെ വന്നപ്പോഴത്തേക്കും അവിടെ കൊണ്ടുപോയി കൊടുത്തായിരുന്നു. കൊടുത്ത് ഇടയ്ക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മെസ്സേജ് വന്നു, ഇത് അത് ഒത്തുതീർപ്പാക്കി എന്നിട്ട് അത് പ്രശ്ന പരിഹാരമായി എന്ന് പറഞ്ഞിട്ട് ഇത് വന്നായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പരിഹാരം കിട്ടിയെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കേണ്ടില്ലേ. 1.5 വയസ്സുള്ളൊരു മോനുണ്ട്. മോനെയും കൊണ്ട് രാവിലെ മുതൽ ഇപ്പോൾ ആർക്കും വെളിയിൽ ഇറങ്ങാൻ പറ്റാതെ അത്രയ്ക്ക് ചൂടാണ്. ആ ചൂടത്ത് ഞങ്ങൾ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവരിപ്പം കുറേ ദിവസം ഇങ്ങനെ സമരം തുടങ്ങിയിട്ട് ഭയങ്കര വെയിലത്ത് ഇങ്ങനെ കിടന്നുരുണ്ടും കഴുത്തിൽ കയറിട്ടും മുട്ടയടിച്ചൊക്കെ ഇവരിങ്ങനെ സമരം നടത്തിക്കൊണ്ട്, അപ്പോൾ എന്ത് തോന്നി? അല്ല, ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ലിസ്റ്റിലുള്ള ഒരു 10,000-ഓളം ചെറുപ്പക്കാരുടെ അവസ്ഥ എല്ലാം ഇതാണ്. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടാണ്. അച്ഛനും അമ്മയും പ്രായം ചെന്നവരാണ്, അവരെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് പുറത്തുനിന്ന് വേറെ ജില്ലയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും മൊത്തത്തിലുള്ള അവസ്ഥ കഷ്ടം തന്നെയാണ്. ഇത്രയും ഇങ്ങനെ ഒരു 10-20 ദിവസമായിട്ടും സർക്കാർ അവർക്കെതിരെ കണ്ണടച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ അവരെ വിശ്വസിച്ച് ഞങ്ങൾ വോട്ട് ചെയ്ത്
നിയമത്തിൽ വന്നവരാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ നമുക്കെതിരെ എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സർക്കാരാണ്. അപ്പോൾ അവർ നമ്മളെ കണ്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഒരു സർക്കാർ നമുക്ക് ആവശ്യമില്ലല്ലോ. ഒരുപാട് സമരമുറകളുമായാണ് ഈ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേദനാജനകമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പിണറായി സർക്കാരിനോട് പറയാനുള്ളത് ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നാണ്. നിരവധി പാവപ്പെട്ട ജീവിതങ്ങളാണ് ഈ റോഡിൽ പിച്ചതെണ്ടി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതും യുവാക്കൾ. എന്തായാലും അധികാരികളുടെ കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.